വെൽക്കം, റഹ്മാനാണ്. മൈക്രോബയോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസിനെ കുറിച്ചിട്ടാണ്. ഇതാണ് മനുഷ്യനിൽ പൾമണറി TB, ട്യൂബർകുലോസിസ് ഒക്കെ ഉണ്ടാക്കുന്ന ഓർഗാനിസം ഇതാണ്. നമ്മൾ മൈക്രോബയോളജിയെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ പറയുന്നത് മോർഫോളജി പറയും, ട്രെയിനിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയും, ബയോകെമിക്കൽ ടെസ്റ്റുകൾ എന്തെങ്കിലും അത് പറയും, കൾച്ചർ മീഡിയാസ് അതിനെക്കുറിച്ച് പറയും, വിർലൻസ് ഫാക്ടേഴ്സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുക. ട്യൂബർകുലോസിസിന്റെ പാത്തോജനിസിസോ ഡിസീസോ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓർഗാനിസം ഈസ് മൈക്കോബാക്ടീരിയം എന്നാണ് പേര്. മൈക്കോ എന്ന് പറഞ്ഞാൽ ഫംഗസ് റിലേറ്റഡ് ആണ്. ലിക്വിഡ് മീഡിയയിൽ വളർത്തിയെടുക്കുമ്പോൾ ഒരു ഫംഗസ് പോലെയുള്ള ഗ്രോത്ത് ഒക്കെ ആയിരിക്കും ഇത് കാണിക്കുക. അതുകൊണ്ടാണ് ഇതിനെ ബ്രാഞ്ചിങ് ഗ്രോത്ത് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മൈക്കോബാക്ടീരിയം എന്ന് നമ്മൾ വിളിക്കുക. ആൻഡ് മൈക്കോബാക്ടീരിയയിൽ ഈ ട്യൂബർകുലോസിസ് ഉണ്ടാക്കുന്നവയെ, ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നവയെ നമ്മൾ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് കോംപ്ലക്സ് എന്നാണ് വിളിക്കുക. അത്തരം ഓർഗാനിസംസ് എല്ലാം. ആൻഡ് ട്യൂബർകുലോസിസ് എന്ന് പറയാൻ കാരണം അതൊരു ട്യൂബർക്കിൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. ട്യൂബർക്കിൾ എന്ന് വെച്ചാൽ റൗണ്ട് നോഡ്യൂൾസ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഈ ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന അസുഖം. ഏറ്റവും പ്രധാനപ്പെട്ടത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ഓർഗാനിസം തന്നെയാണ് ആദ്യത്തേത്. പിന്നെ ഉള്ളത് മൈക്കോബാക്ടീരിയം ബോവിസ് എന്ന് പറഞ്ഞതും മനുഷ്യനിലൊക്കെ ഉണ്ടാക്കും. ഇത് പശുവിലൊക്കെ ഉള്ളതാണ് ബോവിസ്. ദെൻ മൈക്കോബാക്ടീരിയം ആഫ്രിക്കാനം എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഉണ്ട്. ദെൻ ഓൾസോ മൈക്കോബാക്ടീരിയം മൈക്രോട്ടി എന്ന് പറയുന്ന സ്പീഷീസ് ഉണ്ട്. ദെൻ ഓൾസോ കാപ്രെ. ഇത്രയും സ്പീഷീസ് ഒക്കെയാണ് എന്തുണ്ടാക്കുന്നത്, ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നതിൽ വരുന്ന മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഓർഗാനിസംസ് ഉണ്ട്. ആൻഡ് ഇതല്ലാതെ മൈക്കോബാക്ടീരിയം പിന്നെ വേറെ ഉണ്ടോ? അതാണ് മൈക്കോബാക്ടീരിയം ലെപ്രേ എന്ന് പറയുന്നത്. നമ്മുടെ ഹാൻസ് ആണ് അത് കണ്ടുപിടിച്ചത്. ആൻഡ് ഇത് ട്യൂബർകുലോസിസ് കണ്ടുപിടിച്ചത് റോബർട്ട് കോച്ച് ആണ്. ആൻഡ് ഇത് ലെപ്രസി ഉണ്ടാക്കുന്നതാണ്. ദെൻ പിന്നെ ഉള്ളത് മൂന്നാമത്തെ അപ്പോൾ ഉള്ളത് എട്ടിപ്പിക്കൽ. ഇതെല്ലാം ടിപ്പിക്കൽ മൈക്കോബാക്ടീരിയം ആണെങ്കിൽ, അല്ലാത്തത് എട്ടിപ്പിക്കൽ മൈക്കോബാക്ടീരിയം ആണ്. അല്ലെങ്കിൽ നമുക്കവയെ നോൺ ട്യൂബർകുലാർ മൈക്കോബാക്ടീരിയ എന്നും വിളിക്കാം. അപ്പൊ അതിൽ വരുന്നത് മൈക്കോബാക്ടീരിയം ഏവിയം ആണ്. ഏവിയം കോംപ്ലക്സ് എന്ന് പറയുന്നതുണ്ട്. ദെൻ മൈക്കോബാക്ടീരിയം കൻസാസി എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ദെൻ മൈക്കോബാക്ടീരിയം ആബ്സസസ് SSUS ആബ്സസ് ഉണ്ട്. ദെൻ പിന്നെ മൈക്കോബാക്ടീരിയം ഫോർട്ടുവിറ്റം എന്ന് പറയുന്നുണ്ട്. പിന്നെയും ദർ ആർ അഡീഷണൽ ഇവിടെയൊക്കെ ഉണ്ടാവും. എങ്കിലും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ. മൈക്കോബാക്ടീരിയ എന്ന് പറയുമ്പോൾ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് കോംപ്ലക്സ് ഉണ്ട്, മൈക്കോബാക്ടീരിയം ലെപ്ര ഉണ്ട്, ദെൻ എട്ടിപ്പിക്കൽ ഓർ നോൺ ട്യൂബർകുലാർ മൈക്കോബാക്ടീരിയ. ഇനി ഇതല്ലാതെ മൈക്കോബാക്ടീരിയത്തെ ഡിപെൻഡ്സ് ഓൺ പിഗ്മെന്റ് പ്രൊഡക്ഷൻ, ഒരു പിഗ്മെന്റ് ഉണ്ടാക്കുന്നതും ആൻഡ് ഓൾസോ ഗ്രോത്ത്, റേറ്റ് ഓഫ് ഗ്രോത്തും വെച്ചിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുക റുമ്യോൺ ക്ലാസിഫിക്കേഷൻ ആണ്. 1959 അപ്പൊ സമയത്തൊക്കെ ഉള്ളതാണ്. അത് നമ്മൾ 4 ഗ്രൂപ്പാണ് ആക്കിയിരിക്കുന്നത്. ഒന്ന് ഗ്രൂപ്പ് 1 ആണ്. ഗ്രൂപ്പ് 1 മീൻസ് ഫോട്ടോ ക്രോമോജൻസ് ആണ്. ഫോട്ടോ മീൻസ് ലൈറ്റ്, ക്രോമോ മീൻസ് സം പിഗ്മെന്റ് ആണ്. അപ്പോൾ ലൈറ്റ് അടിച്ചാൽ പിഗ്മെന്റ് ഉണ്ടാകുന്നതാണ് ഈ ഗ്രൂപ്പ് 1. അപ്പൊ രണ്ടാമത്തെ ഗ്രൂപ്പ് 2 എന്ന് പറയുന്നത് സ്കോട്ടോ നമ്മുടെ കണ്ണിൽ രാത്രിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പഠിച്ചത്. സ്കോട്ടോ ക്രോമോജൻസ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഡാർക്കിൽ പിഗ്മെന്റ് ഉണ്ടാക്കുന്നവയാണ് സ്കോട്ടോ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഫോട്ടോ ക്രോമോജൻസ് ആണ്. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട്, നോ പിഗ്മെന്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ ഏവിയം, എല്ലാ മൈക്കോബാക്ടീരിയം ഏവിയം ഇതുപോലെയുള്ളതാണ്. പിന്നെ നാലാമത്തത് ഗ്രൂപ്പ് 4 ആണ്. ഗ്രൂപ്പ് 4 മീൻസ് റാപ്പിഡ് ആയിട്ട് ഗ്രോ ചെയ്യുന്നതാണ്. റാപ്പിഡ്, ഇത് സ്ലോ ആണ് ഗ്രോത്ത് എല്ലാത്തിന്റെയും ഇതിന്റെ. 7 ഡേയ്സിൽ ഗ്രോ ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അതാണ് മൈക്കോബാക്ടീരിയം ഫോർട്ടുവിറ്റം എന്ന് പറയുന്നത്. വേഗത്തിൽ വളരുന്നതാണ്. ബാക്കിയെല്ലാം സ്ലോ ഗ്രോയിങ് ആണ്, ആഴ്ചകൾ പിടിക്കും. നമ്മൾ ഇവിടെ പറയുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിനെ പറ്റിയാണ്. ചിലപ്പോൾ നമ്മൾ മൈക്കോബാക്ടീരിയം ബോവിസുമായിട്ടൊന്ന് കമ്പയർ ചെയ്തും പോയേക്കും പല സന്ദർഭങ്ങളിലും. ഈ മൈക്കോബാക്ടീരിയ എല്ലാം നമ്മൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം ഔട്ടർ പെപ്റ്റിഡോഗ്ലൈക്കാൻ ലെയർ ഉണ്ട്, പക്ഷെ അത്ര തിക്കല്ല മറ്റ് ഗ്രാം പോസിറ്റീവ് പോലെ. അതുകൊണ്ട് വീക്ക്ലി ഗ്രാം പോസിറ്റീവ് എന്നാണ് നമ്മൾ പറയാം. ആൻഡ് ദീസ് ഓൾ ആർ എയ്റോബിക് ആണ്. അല്ലെങ്കിൽ നമ്മൾ അവയെ ഒബ്ലിഗേറ്റ് എയ്റോബ്സ് എന്ന് പറയും. ആൻഡ് മൈക്കോബാക്ടീരിയം ബോവിസ് പക്ഷെ ആദ്യമായി കുറച്ച് മൈക്രോ എയ്റോഫിലിക് ആയിട്ടൊക്കെ വളരാം. പക്ഷേ എങ്കിലും ദീസ് ഓൾ ആർ എയ്റോബിക് ആണ്. അതുകൊണ്ട് തന്നെ ലങ്സിലാണ് ഏറ്റവും കൂടുതൽ എയർ കിട്ടുന്ന സ്ഥലം. അതുകൊണ്ടാണ് ഇവ ലങ്സിൽ കൂടുതലായിട്ട് തങ്ങുന്നതും അവിടെ രോഗം കൂടുതലായിട്ട് കാണുന്നതും അതുകൊണ്ടാണ്. ആൻഡ് ദീസ് ആർ നോൺ മോട്ടൈൽ ആണ്. മോട്ടിലിറ്റി ഇല്ല മീൻസ് ഫ്ലാജെല്ല ഇല്ല എന്നുള്ളതാണ്. ക്യാപ്സുൾ ഉണ്ടോ? നോൺ ക്യാപ്സുലേറ്റഡ് കൂടിയാണ്. ആൻഡ് സ്പോർ ഉണ്ടോ? ഇല്ല, നോൺ സ്പോറിംഗ് ആണ്. നോ
സ്പോർ ഫോർമേഷൻ. ഇനി ഇവിടെ ഒരു പ്രത്യേകത, ഇവയുടെ DNA നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിൽ ഗ്വാനോസിൻ പ്ലസ് സൈറ്റോസിൻ ഇത് രണ്ടും കൂടി ഏകദേശം ഒരു 61 to 71% ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ആൻഡ് ഇതിനേക്കാൾ ഏറ്റവും വലിയ പ്രത്യേകത ദീസ് ഓൾ ആർ ആസിഡ് ഫാസ്റ്റ് ആണ്, ആസിഡ് ഫാസ്റ്റ് ബാസില്ലൈ ആണ് ഇവ എന്നുള്ളതാണ്. സോ ഇത് പറയാൻ ഇവിടെ സെൽ മെംബ്രെയിനെ കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്രാം പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ ഗ്രാം നെഗറ്റീവ് പോലെ ഒരു ഔട്ടർ സെൽ മെംബ്രെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഈസ് നോ ഔട്ടർ സെൽ മെംബ്രെയിൻ ഇല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് സെൽ മെംബ്രെയിൻ ആണെന്ന് വിചാരിക്കുക. ദെൻ ഇവിടെ ഇപ്പോൾ പെപ്റ്റിഡോഗ്ലൈക്കാൻ ലെയർ ഇങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ അങ്ങോട്ട് കൂട്ടുക. അധികം തിക്കായിട്ടുള്ള അല്ല, പെപ്റ്റിഡോഗ്ലൈക്കാൻ ലെയർ ഉണ്ട്. സോ അത് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇതിന് മുകളിൽ പെപ്റ്റിഡോഗ്ലൈക്കാൻ ലെയർ കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു പോളിസാക്കറൈഡ് ലെയർ ആണ്. സോ ഇവിടെ ഒരു പോളിസാക്കറൈഡ് ലെയർ ഉണ്ട്. ആൻഡ് ഇത് ഞാൻ വെസ്റ്റ് ഇങ്ങനെ വരയ്ക്കുകയാണ്, ഇങ്ങനെയൊന്നുമല്ല, നമുക്കറിയാം പോളിസാക്കറൈഡ് ലെയർ ഉണ്ടെങ്കിൽ. ആൻഡ് ഇതിൽ എന്തൊക്കെയാണുള്ളത്? ഡി അരാബിനോസ് ഉണ്ട്, ആൻഡ് ഓൾസോ ഡി ഗാലക്ടോസ് പോലെയുള്ള സംഭവങ്ങളുണ്ട്. സോ അതിനെ നമ്മൾ അരാബിനോ ഗ്ലൈക്കാൻ എന്നാണ് നമ്മൾ വിളിക്കുക. അരാബിനോ ഗ്ലൈക്കാൻ ലെയർ ഉണ്ട്. ആൻഡ് ഇതൊരു അഡീഷണൽ സ്ട്രെങ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ലിപ്പിഡ് ലെയർ ആണ്. സോ അപ്പോൾ സെൽ മെംബ്രെയിന്റെ പെപ്റ്റിഡോഗ്ലൈക്കാൻ, അരാബിനോ ഗ്ലൈക്കാൻ, ദെൻ ലിപ്പിഡ് ലെയർ ആണ്. സോ ഈ ലിപ്പിഡ് ലെയറും ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ലിപ്പോ അരാബിനോ മന്നാൻ എന്നാണ് വിളിക്കുക. ലിപ്പോ അരാബിനോ മന്നാൻ ലെയർ ഉണ്ട്, LAM ഉണ്ട് എന്ന് നമുക്ക് പറയാം. സോ അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മുകളിൽ യുണീക്ക് ആയിട്ടുള്ള കുറെ ലിപ്പിഡ്സ് ആണ്. ലിപ്പിഡ്സ് ധാരാളമുള്ള ഒരു മൾട്ടിപ്പിൾ യുണീക്ക് ലിപ്പിഡ് ബേസ്ഡ് മോളിക്യൂൾസ് ആണ് ഇവിടെ ഉള്ളത്. ലിപ്പിഡ് ബേസ്ഡ് മോളിക്യൂൾസ് എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് സംഭവം. ലിപ്പോയിക് ആസിഡ്സ് ഉണ്ട്, ലിപ്പോട്ടിക്കോയിക് ആസിഡ്സ് ഒക്കെ ഉണ്ട്. ദെൻ പിന്നെ നമുക്ക് ഏറ്റവും ഫേമസ് നമ്മൾക്ക് പറയാനുള്ളത് അതൊന്നുമല്ല, ദിസ് ഇസ് മൈക്കോളിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് കൂടി ഈ ലെയറിൽ ഉണ്ട്. ആൻഡ് മൈക്കോബാക്ടീരിയയിൽ ഉള്ളത് ഈ മൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഉള്ള മൈക്കോളിക് ആസിഡ് ആണ് ഉള്ളത്. മറ്റു ചില ബാക്ടീരിയ, ഉദാഹരണത്തിന് ഇപ്പോൾ നൊക്കാർഡിയ അതിനകത്ത്, അല്ലെങ്കിൽ കൊറൈൻ ബാക്ടീരിയ, ഡിഫ്തീരിയ, സോ ഇങ്ങനെയൊക്കെയുള്ള പലതിനകത്തും ഈ മൈക്കോളിക് ആസിഡ് ഉണ്ട്. പക്ഷെ അത് ചിലപ്പോൾ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ് ആയിരിക്കാം എന്നുള്ളതാണ്. സോ ബിക്കോസ് ഓഫ് ദിസ് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് കോവാലന്റ്ലി ലിങ്ക് ടു ഇതാണ് ഫാറ്റി ആസിഡ് എങ്കിൽ കോവാലന്റ്ലി ലിങ്ക് ടു ദിസ് അരാബിനോ ഗാലക്ടോസ്, ആൻഡ് ദിസ് ഫോംസ് എ തിക്ക് വാക്സി കോഡ്. സോ ദിസ് ഫോംസ് എ വാക്സി കോഡ്, തിക്കായിട്ടുള്ള വാക്സി കോഡ് ഫോം ചെയ്യും. സോ ലോ പെർമിബിലിറ്റി, ഒന്നും അകത്ത് കയറാൻ പറ്റില്ല. റെസിസ്റ്റന്റ് ടു ഡൈസ്, കെമിക്കൽ ഡിസ്ഇൻഫെക്ഷൻസ്, അതിനൊക്കെ റെസിസ്റ്റന്റ് ആണ്. സോ അപ്പൊ നമുക്ക് സ്റ്റെയിൻ ചെയ്യാൻ സാധാരണ നമ്മുടെ ഗ്രാം സ്റ്റെയിൻ പോരാ എന്നുള്ളതാണ്. സോ വി യൂസ് ലിപ്പിഡ് സോലുബിൾ ആയിട്ടുള്ള ഡൈസ് നമുക്ക് വേണം ഇത് സ്റ്റെയിൻ ചെയ്യാൻ. നമ്മൾ ഉപയോഗിക്കുന്നത് കാർബോൾ FUSCHIN ഫ്യൂഷൻ ആണ്, വിച്ച് ബൈൻഡ് ടു ദിസ് മൈക്കോളിക് ആസിഡ്. സോ മാത്രമല്ല സാധാരണ ആസിഡ് വെച്ചിട്ട് വാഷ് ചെയ്താൽ ഇത് ഡിസ്കളറേഷൻ പോവില്ല. സോ ഇറ്റ് വിൽ നോട്ട് ഫാസ്റ്റ്. സോ അതുകൊണ്ടാണ് നമ്മൾ ആസിഡ് ഫാസ്റ്റ് ബാസില്ലസ് എന്ന് പറയാം. സാധാരണ ആസിഡ് വെച്ചൊന്ന് വാഷ് ചെയ്താൽ കളർ പോകത്തില്ല. സോ നമ്മൾ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻഡ് ദിസ് സ്റ്റെയിൻ ഈസ് കോൾഡ് ആസ് സീൽ നീൽസൺ സ്റ്റെയിൻ, അല്ലെങ്കിൽ ZN സ്റ്റെയിൻ എന്നാണ് നമ്മൾ വിളിക്കുക. ZN സ്റ്റെയിൻ. ആൻഡ് ദിസ് പ്രൈമറി സ്റ്റെയിൻ എന്ന് പറയുന്നത് ഇതാണ്, കാർബോൾ ഫ്യൂഷൻ ആണ്. ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഡീകളറൈസ്ഡ് ബൈ 25% സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡീകളറൈസ് ചെയ്യും. എന്നിട്ട് നമ്മൾ കൗണ്ടർ സ്റ്റെയിൻ, അതാണ് നമ്മുടെ പ്രൊസീജിയർ. കൗണ്ടർ സ്റ്റെയിനിൽ മെത്തിലിൻ ബ്ലൂ ഉണ്ട്, മാലക്കൈറ്റ് ഗ്രീൻ ഉണ്ട്, ദെൻ പിക്രിക് ആസിഡ്. സോ ഇതൊക്കെ ചേർന്ന കൗണ്ടർ സ്റ്റെയിൻ അങ്ങ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വി ക്യാൻ സീ പിങ്ക് ആയിട്ടുള്ള ബാസില്ലായി, പിങ്ക് ബാസില്ലായി ഇൻ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട്. ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ പിങ്ക് ബാസിലായിട്ടായിരിക്കും കാണുക. നമ്മൾ സീൽ നീൽസൺ സ്റ്റെയിൻ ഒക്കെ നമ്മൾ ഉപയോഗിച്ചാൽ ഇങ്ങനെയായിരിക്കും കാണുക. അപ്പൊ നമ്മൾ ഇവയെ മൈക്രോസ്കോപ്പിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കാണുക എന്ന് വെച്ചാൽ ക്യാൻ ബി സ്ട്രെയിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സംവാട്ട് കർവ്ഡ്, സ്ട്രെയിറ്റ് ഓർ കർവ്ഡ് ആയിട്ടായിരിക്കാം. ആൻഡ് ദീസ് ആർ യൂഷ്വലി സ്ലെൻഡർ ആണ്. ആൻഡ് ദിസ് ദ പ്രത്യേകത ലോങ് ആയിട്ടുള്ള ബീഡഡ് ഓർ ബാർക്ക്, ആൻഡ് അങ്ങനെ ആയിരിക്കും ഇരിക്കുക. ആൻഡ് യൂഷ്വലി ലെസ് യൂണിഫോം ആയിട്ട് സ്റ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിന്റെ പ്രത്യേകത. എങ്കിൽ ഇൻ കേസ് മൈക്കോബാക്ടീരിയം ബോവിസ് ആണെങ്കിൽ നമുക്ക് കാണുക ദീസ് ആർ സ്ലെൻഡർ ആണ്, ഷോർട്ട് ആണ്, ആൻഡ് ഓൾസോ സ്റ്റൗട്ട് ആണ്, ആൻഡ് ഓൾസോ യൂണിഫോംലി സ്റ്റെയിൻഡ് ആണ്. സോ ഇത് യൂണിഫോംലി സ്റ്റെയിൻഡ് അല്ലെങ്കിൽ ഇത് യൂണിഫോംലി സ്റ്റെയിൻഡ് ആയിട്ടായിരിക്കും ഇരിക്കുക. ഇനി മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ഈസ് ബോത്ത് ആസിഡ് ഫാസ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു, ആൻഡ് ഓൾസോ ആൽക്കഹോൾ
ഫാസ്റ്റ് കൂടിയാണ് സംഭവം. പക്ഷേ ചിലത്, ഉദാഹരണത്തിന് മൈക്കോബാക്ടീരിയം, SME, സ്മെഗ്മാറ്റിസ് എന്ന് പറയുന്നത്, ഇത് നമ്മൾ ചെയ്യുന്നത് റീനൽ ട്യൂബർകുലോസിസോ അങ്ങനെയൊക്കെ ഉള്ള സമയത്താണ്, തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. സോ ദറ്റ് ഈസ് നോട്ട് ആൽക്കഹോൾ ഫാസ്റ്റ് അല്ല എന്നുള്ളതാണ്. സോ അപ്പോൾ അസുഖം വന്നു കഴിഞ്ഞാൽ തിരിച്ചറിയാനായിട്ട് നമുക്ക് ആൽക്കഹോൾ ഫാസ്റ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. സോ മൈക്കോളിക് ആസിഡ് ഉള്ളത് മൂലം ഹൈലി ഇന്റഗ്രൽ സെൽവാൾ ഉള്ളതും കൊണ്ടാണ് ഇവ ആസിഡ് ഫാസ്റ്റ് ഒക്കെ ആകുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലിപ്പോ അരാബിനോ മന്നാൻ LAM, നമ്മളത് ഓൾറെഡി പറഞ്ഞു, അരാബിനോൻ മന്നാൻ ലെയർ ഉള്ളത് കൊണ്ട് ഇതിന് മാക്രോഫേജസ്, ഇപ്പോൾ ഇത് മൈക്രോ ഓർഗാനിസം ആണെങ്കിൽ മാക്രോഫേജസ് ഇവ തിന്നാനായിട്ട് ഇങ്ങ് വരികയാണല്ലോ. മാക്രോഫേജസിന്റെ ഫാഗോസൈറ്റ് ചെയ്താലും സപ്പോസ് ടേക്ക് ചെയ്താലും അതിനകത്ത് സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഫാഗോസോമിനകത്തായി കഴിയുമ്പോൾ ലൈസോസോം വന്നത് പിടിച്ച് വീണ്ടും ഫാഗോ ലൈസോസോം ഉണ്ടാക്കുന്നു, അല്ലെ ഫാഗോസോം ലൈസോസോം ഫ്യൂഷൻ ഉണ്ടാക്കുന്നു. സോ ഈ ഫ്യൂഷനും ഇത് തടയാനായിട്ട് പറ്റുന്നു. സോ ഇത് തടയുന്നതിന് കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് സെല്ലിനകത്തുള്ള ഇൻട്രാസെല്ലുലാർ കാൽഷ്യം ഉയരുക, PIP3 ഫോസ്ഫാനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ് ഒക്കെയാണ് PIP3. സോ ഇതെല്ലാം ഉണ്ടാകുന്നത് തടയാനായിട്ട് ദിസ് LAMന് കഴിയുന്നത് കൊണ്ട് ഈ സംഭവം ഇതിനകത്ത് സുരക്ഷിതമായിട്ട് ജീവിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി ഇവയുടെ വിറുലൻസ് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവയിൽ ട്രഹലോസ് 6,6 ഡൈമൈക്കോലേറ്റ് ഉണ്ട് എന്നുള്ളതാണ്. സോ ഇതിന് മറ്റൊരു പേര് കോഡ് ഫാക്ടർ എന്നും നമ്മൾ ഇതിനെ വിളിക്കും. സോ ഇതുമൂലം ഇമ്മ്യൂൺ റെസ്പോൺസിൽ നിന്ന് ഇവേഡ് ചെയ്യാനായിട്ട് ഇവയ്ക്ക് പറ്റും. ആൻഡ് ഓൾസോ മറ്റൊരു ഗുണം എന്ന് വെച്ചാൽ ഗ്രാനുലോമ ഫോർമേഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം TB ക്രോണിക് ഗ്രാനുലോമാറ്റസ് ഇൻഫെക്ഷൻ ആണ്. സോ അതൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ആൻഡ് ദിസ് ഓൾസോ ട്രിഗേഴ്സ് വേരിയസ് സൈറ്റോകൈൻസ്, വേരിയസ് ആയിട്ടുള്ള സൈറ്റോകൈൻസ്, ഇന്റർലൂക്കിൻസ് അങ്ങനെയൊക്കെ ഉള്ളതിന്റെ റിലീസ് ഫേവർ ചെയ്യുന്നത് പണിയും കൂടി ദിസ് ട്രഹലോസ് 6,6 ഡൈമൈക്കോലേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ദെൻ പിന്നെ ഇവയിൽ ഉള്ളത് സൾഫാറ്റൈഡ്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ ഉണ്ട്. സർഫസിൽ ഇപ്പോൾ സൾഫേറ്റഡ് ഗ്ലൈക്കോലിപ്പിഡ്സ് ആണ്. സോ ദീസ് ആർ സൾഫേറ്റഡ് ഗ്ലൈക്കോലിപ്പിഡ്സ് ആണ് ഈ സൾഫാറ്റൈഡ്സ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. സൾഫോലിപ്പിഡ് 1 ആണ്, SL1 എന്നൊക്കെ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. ആൻഡ് ദിസ് ഓൾസോ ഫാഗോസൈറ്റ് ആക്ടിവേഷൻ ആൻഡ് ഓൾസോ ഫാഗോലൈസോസോം പ്രിവെന്റ്, ആ ഫ്യൂഷൻ ഫാഗോസോമും ലൈസോസോമും തമ്മിലുള്ള ആ ഫ്യൂഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഓൾസോ എ വിറുലൻസ് ഫാക്ട്. ദെൻ പിന്നെ ഉള്ളത് കാറ്റലേസ് പെറോക്സിഡേസ് ഉണ്ട്. സോ ഹോസ്റ്റലിന്റെ ഓക്സിഡേഷൻ ഇത് റീസെറ്റ് ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് സോ ദീസ് ആർ കാറ്റലേസ് പോസിറ്റീവ് ആണ് ആൻഡ് ഓൾസോ പെറോക്സിഡേസ് ഓൾസോ പോസിറ്റീവ് ആണ്. ദെൻ അരൈൽ സൾഫറ്റേസ് ഓൾസോ പോസിറ്റീവ് ആണ്. ദെൻ മൈക്കോബാക്ടീരിയൻ ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് നിയാസിൻ ടെസ്റ്റ് പോസിറ്റീവ് ആണ്. ട്യൂബർകുലോസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഓൾസോ നൈട്രേറ്റ് റിഡക്ഷൻ ടെസ്റ്റ് ഈസ് ഓൾസോ പോസിറ്റീവ് ആണ്. പക്ഷെ ബോവിസ് എന്ന് പറയുന്നത് ദീസ് രണ്ട് ടെസ്റ്റും നെഗറ്റീവ് ആണ് എന്നുള്ളതാണ്. സോ ട്യൂബർക്കുൽ ബാസിലൈ ദിസ് പ്രൊഡ്യൂസിൻ നിയാസിൻ ഇൻ എഗ് മീഡിയത്തിൽ നിയാസിൻ ഉണ്ടാകും. അതിനകത്ത് നമ്മൾ 10% സൈനോജൻ ബ്രോമൈഡ്, ദെൻ 4% അനിലിൻ, ദെൻ 96% എത്തനോളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക കാനറി യെല്ലോ കളർ കിട്ടുന്ന ടെസ്റ്റ് ആണ് ഈ ഇതിനകത്ത്. സോ അതാണ് നിയാസിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ഇത് നെഗറ്റീവ് ആണ്. ദെൻ വേറെ ടെസ്റ്റ് ഞാൻ പറഞ്ഞത് അരൈൽ സൾഫറ്റേസ് ആണ്. അരൈൽ സൾഫറ്റേസ് ടെസ്റ്റ് ചെയ്യുന്നത് എറ്റിപ്പിക്കൽ മൈക്കോബാക്ടീരിയയുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ്. സോ അപ്പോൾ അതിനകത്ത് അരൈൽ സൾഫറ്റേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 0.001 മോളാർ ട്രൈ പൊട്ടാസ്യം റിഫിനോഫ്താലിൻ സൾഫേറ്റ് ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുക. ആൻഡ് ഇതിനകത്തേക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ പതിയെ ഡ്രോപ്പ് വൈസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പിങ്ക് കളർ കിട്ടും. സോ പിങ്ക് കളർ കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് അരൈൽ സൾഫറ്റേസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് എറ്റിപ്പിക്കൽ മൈക്കോബാക്ടീരിയ ആണെന്ന് പറയാം. ദെൻ ഓൾറെഡി ഞാൻ പറഞ്ഞു കാറ്റലൈസ് പെറോക്സിഡേസ് ടെസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ടിപ്പിക്കൽ ആൻഡ് എറ്റിപ്പിക്കൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എറ്റിപ്പിക്കൽ ആണെങ്കിൽ സ്ട്രോങ്ലി കാറ്റലൈസ് പോസിറ്റീവ് ആണ്, പക്ഷെ നമ്മുടെയൊക്കെ ആണെങ്കിൽ അത്രയില്ല. പക്ഷെ എറ്റിപ്പിക്കൽ ആണെങ്കിൽ കാറ്റലൈസ് പോസിറ്റീവ് ആണ്, പക്ഷെ പെറോക്സിഡേസ് നെഗറ്റീവ് ആണ്. കാറ്റലൈസ് ആൻഡ് പെറോക്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ദാറ്റ് ഈസ് നെഗറ്റീവ് ആണ് എറ്റിപ്പിക്കൽ. പക്ഷെ മറ്റേ ഇതിനകത്ത് എറ്റിപ്പിക്കൽ ഈസ് ഓൾസോ പോസിറ്റീവ് ആണ് നമ്മുടെ ഇതിനകത്ത്. പെറോക്സിഡേസ് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഹൈഡ്രജൻ കാറ്റലൈസ് ചെയ്യാനായിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡും കാറ്റക്കോളൊക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ പഴയ ടെസ്റ്റിനകത്തൊക്കെ പറഞ്ഞാണ്. നൈട്രേറ്റ് റിഡക്ഷൻ ടെസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ദെൻ അമിഡേസസ് ടെസ്റ്റും ഈസ് ഓൾസോ ദിസ്. ഈ എല്ലാ മൈക്കോബാക്ടീരിയത്തിനും നമ്മൾ ചെയ്യുന്നതാണ്. മൈക്കോബാക്ടീരിയം ക്യാൻ സ്പ്ലിറ്റ് അമൈഡ്സിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അമിഡേസസ് ടെസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. ഇനി ഒരാൾക്ക് TB ഉണ്ടോ എന്നറിയാൻ നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്താൽ മതിയായിരിക്കും. സ്ക്രീനിങ് ടെസ്റ്റിൽ ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത് TB സ്കിൻ ടെസ്റ്റ് ആണ്, അല്ലെങ്കിൽ TB മീൻ ട്യൂബർകുലിൻ സ്കിൻ ടെസ്റ്റ് എന്ന് വിളിക്കും. ആൻഡ് ഇത് കണ്ടുപിടിച്ചത് സെൽബർട്ട് ആണ്. ആൻഡ് ഇതിന് മുമ്പത്തത് വോൺ പിർക്കന്റ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ
ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചത് അത് ഓൾഡ് ട്യൂബർക്കുലിനാണ്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇവിടെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് അതിന്റെ പ്യൂരിഫൈഡ് പ്രോട്ടീൻ ആണ്. പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ PPD എന്നാണ് പറയുന്നത്. സോ ഇതാണ് ഇപ്പോൾ ഇൻട്രാഡെർമലായിട്ട് കുത്തിവെക്കുക സംഭവം. സോ നമ്മൾ കൈയുടെ ആ ഭാഗത്ത്, കൈയുടെ ഇവിടെ, ഇത് കൈയാണെങ്കിൽ ഇവിടേക്ക് ആയിരിക്കും നമ്മൾ കുത്തിവെക്കുക. ആൻഡ് കുത്തിവെച്ചിരിക്കുന്നത് അതിനുശേഷം ആൻഡ് ഇതിനെ ടെസ്റ്റിന് നമ്മൾ വിളിക്കുക വേറെ ഫേമസ് പേര് മാൻഡോക്സ് മാൻഡോക്സ് ടെസ്റ്റ് എന്നും പറയും. സോ നമ്മൾ വി ഹാവ് ടു വെയിറ്റ് ഫോർ 72 hours 72 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. 72 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇത് ഉണ്ടാക്കുന്നത് ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ആണ് ഈ TB ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ആൻഡ് നമ്മൾ നോക്കുന്നത് ഇവിടെയുള്ള ആൻഡ് ഇൻഡ്യൂറേഷൻ ആണ്. നടുവിലുള്ള എർത്തിമ മാത്രമല്ല മൊത്തത്തിലുള്ള ഇൻഡ്യൂറേഷൻ ആണ് നോക്കുന്നത്. അതായത് ഒരു 10 മില്ലിമീറ്റർ എങ്കിലും ഉണ്ടെങ്കിൽ ആണ് നമ്മൾ TB ഒക്കെ ആയിട്ട് പറയുക. പക്ഷെ ഇത് BCG വാക്സിൻ ഒക്കെ നേരത്തെ കൊടുത്ത ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ പോസിറ്റീവ് കിട്ടും. ആക്റ്റീവ് TB ആണോ ഇനാക്റ്റീവ് TB ആണോ എന്നൊന്നും തമ്മിൽ തിരിച്ചറിയാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. സോ ഇത് ജസ്റ്റ് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. ദെൻ പിന്നെ ഉള്ളത് ടെസ്റ്റ് ഇതേപോലെയുള്ള സ്ക്രീനിങ് ടെസ്റ്റ് ഇന്റർഫെറോൺ ഗാമ റിലീസ് അസേ ടെസ്റ്റുകളുണ്ട്. ഇതൊരു സ്ക്രീൻ ടെസ്റ്റ് ആണ്. പിന്നെ നമുക്ക് സ്പ്യൂട്ടം ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരിൽ നമുക്ക് ചെസ്റ്റ് എക്സ്റേ നമുക്ക് എടുക്കാം. ആൻഡ് ഇത് ചിൽഡ്രൻ വിത്ത് ആക്റ്റീവ് ഡിസീസ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് TB ഉള്ള ട്യൂബർക്കുലിൻ ടെസ്റ്റ് നല്ലതാണ്. സ്ക്രീനിങ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമുക്ക് സ്പ്യൂട്ടം അനാലിസിസ് ആണ്. സ്പ്യൂട്ടം നമ്മൾ എടുക്കുക സാധാരണ 2 സാമ്പിളാണ് എടുക്കുക. ഒന്ന് സ്പോട്ട് ആരോഗ്യം അവിടെ വെച്ചിട്ടൊന്ന് എടുക്കുക. പിന്നെ ഏർലി മോർണിംഗ് സാമ്പിളും കൂടി എടുക്കും. 2 സാമ്പിളാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. കുട്ടികളിലാണെങ്കിലോ ഇൻ ചിൽഡ്രൻ നമ്മളാണെങ്കിൽ ഗാസ്ട്രിക് ആസ്പിറേറ്റ് ആയിരിക്കും നമ്മൾ എടുക്കുക. കാരണം പിള്ളേർ ഇത് വിഴുങ്ങുന്നു എന്നുള്ളതുകൊണ്ടാണ്. ആൻഡ് മറ്റേ ട്യൂബർക്കുലോസ് ഒക്കെ ആണെങ്കിൽ എവിടെയാണ് TB ഉള്ള ആ സൈറ്റിൽ നിന്നൊക്കെ ആയിരിക്കും എടുക്കുക. ആൻഡ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ ചെയ്തിട്ട് നമ്മൾ സീൽ നീൽസൺ സ്റ്റെയിൻ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അതാണ് സീൽ നീൽസൺ ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കാം. ഇതല്ലാതെ പിന്നെ ഉള്ള ഒരു ടെസ്റ്റ് ആണ് കിൻയോൺ കോൾഡ് ഫാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡും അവൈലബിൾ ആണ്. രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫ്ലൂറസെന്റ് ആയിട്ടുള്ള ഓറാമിൻ ഓർ റോഡമിൻ സ്റ്റെയിൻ എന്ന് പറയുന്ന സ്റ്റെയിൻ വെച്ചിട്ടാണ്. ആൻഡ് ദിസ് ദ മോസ്റ്റ് സെൻസിറ്റീവ് ആണ്. റാപ്പിഡ് ആയിട്ട് സ്ക്രീൻ ചെയ്യാനായിട്ട് നമ്മൾക്ക് ഇത് ഉപയോഗം. പിന്നെ ഉള്ളത് നമുക്കുള്ളത് വൈറ്റ് സ്റ്റെയിൻ എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്യാറുണ്ട്. ഇനി ഇവ കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ കൾച്ചർ മീഡിയ പറ്റിയാണ്. കൾച്ചർ മീഡിയയിൽ ഇവ ഗ്രോ ചെയ്യാനായിട്ട് സമയമെടുക്കും. എസ്പെഷ്യലി മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ഗ്രോ ചെയ്യാൻ ആഴ്ചകളൊക്കെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവയെ യുഗോണിക് ഗ്രോത്ത് എന്നാണ് വിളിക്കുക. സമയം എടുക്കുന്നുണ്ട്. പക്ഷേ മൈക്കോബാക്ടീരിയം ബോവിസിന്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വേഗത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ ഡിസ്ഗോണിക് ഗ്രോത്ത് എന്നാണ് നമ്മൾ വിളിക്കുക. അതിനകത്തേക്ക് ഇപ്പോൾ 0.5% ഗ്ലിസറോളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ വേഗത്തിൽ ഇവ വളരുന്നതായിട്ടും കാണുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ ഇവ വളർത്താൻ ഉപയോഗിക്കുന്ന കൾച്ചർ മീഡിയ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. സോളിഡ് കൾച്ചർ മീഡിയയിൽ നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന എല്ലാം തന്നെ എഗ് ബേസ്ഡ് കൾച്ചർ മീഡിയ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻഡ് ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത് ലോവൻസ്റ്റീൻ ജെൻസൺ ഓർ ജസ്റ്റ് LJ എന്നാണ് നമ്മൾ വിളിക്കുക. LJ മീഡിയ ആണ് നമ്മൾ ഉപയോഗിക്കുക. ആൻഡ് RNTCP നമ്മുടെ ഗൈഡ് ലൈൻ ഒക്കെ പറയുന്നത് LJ മീഡിയ തന്നെയാണ് ഉപയോഗിക്കാനായിട്ട് പറയാ. ആൻഡ് ഇവിടെ അപ്പോൾ എങ്ങനെയാണ് ബാസിൽ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റഫ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള റേസ്ഡ് ആയിട്ടുള്ള ടഫ് ആയിട്ടുള്ള ബഫ് ആയിട്ടുള്ള ഇറഗുലർ കോളനീസ് ആണ് നമുക്ക് കിട്ടുക. ഏതിന്റെയാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിന്റെ നമുക്ക് കിട്ടുക. അങ്ങനെയാണ് വളരുക. ആൻഡ് ഇതിനൊരു 6 to 8 ആഴ്ചയൊക്കെ പിടിക്കും കേട്ടോ. അതിനാണ് ഒരു പ്രത്യേകത. ആൻഡ് ഈ മീഡിയത്തിനകത്ത് എന്താ ഉള്ളത്? മീഡിയത്തിനകത്ത് നമുക്കുള്ളത് മലാക്കൈറ്റ് ഗ്രീൻ ഉണ്ട്, അസ്പാർജിനിൻ ഉണ്ട്, എഗ് ഉണ്ട്. സോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. ദെൻ സോൾട്സ്, മിനറൽ സോൾട്സ് ഒക്കെയാണ് ഇതിനകത്തുള്ളത്. പക്ഷെ ബോവിസ് ആണെങ്കിൽ ഇതേ മീഡിയത്തിൽ ബോവിസ് ആണെങ്കിൽ നമുക്ക് കിട്ടുക സ്മൂത്ത് ആയിട്ടുള്ള മോയിസ്റ്റ് ആൻഡ് ഫ്ലാറ്റ് ആയിട്ടുള്ള വൈറ്റ്, എന്താ പറയാ, ബ്രേക്കപ്പ് ഈസിലി ആയിട്ട് വേഗത്തിൽ ഇങ്ങനെ മുറിഞ്ഞു പോകുന്ന ബ്രേക്കപ്പ് ഈസിലി ആയിട്ടുള്ള ഒരു സംഭവമായിട്ടായിരിക്കും വളരെ. സോ അപ്പോൾ രണ്ടും 2 ഡിഫറെന്റ് രീതിയിലാണ് ഒരേ കോളനിയിൽ വളരുന്നു എന്നുള്ളതാണ്. ഇത് ബോവിസിന്റെ കാര്യമാണ്. ഇത് ട്യൂബർകുലോസിസ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിന്റെ കാര്യമാണ്. ഇത് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ സ്പ്യൂട്ടത്തിനെ ഒന്ന് നമ്മൾ ഇത് ചെയ്യണം, ഡിസോൾവ് ഒക്കെ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഡീകണ്ടാമിനേഷൻ നമ്മൾ ചെയ്യണം. അതിന് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കാം. സോഡിയം ഹൈഡ്രോക്സൈഡ് 4% ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളതിനെ പെട്രോഫ് മെത്തേഡ് എന്നാണ് പറയുക. അത് മോഡിഫൈ ചെയ്തിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ഒപ്പം 2% ആക്കിയിട്ട് അതിനൊപ്പം N-അസിറ്റൈൽസിസ്റ്റീനും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമ്മൾക്ക് ആഡ് ചെയ്യാം. N-അസിറ്റൈൽസിസ്റ്റീൻ എന്ന് വെച്ചാൽ സ്ഫുടത്തിനെ ലിക്വിഫൈ ചെയ്യും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. മോഡിഫൈഡ് മെത്തേഡിൽ ഈ പെട്രോഫ് മെത്തേഡ് സോഡിയം ഹൈഡ്രോക്സൈഡിനൊപ്പം ഫോസ്ഫേറ്റും കൂടി ആഡ് ചെയ്തതാണ്. ഇത് വേറെ മെത്തേഡാണ്. സോഡിയം ഹൈഡ്രോക്സൈഡും N-അസിറ്റൈൽസിസ്റ്റീനും ഒക്കെ
ഒക്കെ ആഡ് ചെയ്യുന്ന വേറെ മെത്തേഡ്. സോ ഇങ്ങനെ ആദ്യം ഡീകണ്ടാമിനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് വളർത്തുന്നത് നോക്കുക. പിന്നെ ഒരു മീഡിയം ഉള്ളത് ഡോർസൽ എഗ് മീഡിയ ഉണ്ട്. ദെൻ ഓൾസോ വി ക്യാൻ ഗ്രോ ഇൻ സിറം ലോഫേഴ്സ് സ്ലോബ്. ആ സ്ലോബിനകത്തും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഇനിയുള്ളത് ഏതെല്ലാമാണ് അഗാർ ബേസ്ഡ് മീഡിയ. അഗാർ ബേസ്ഡ് മീഡിയ നമ്മുടെ കയ്യിലുള്ളത് മിഡിൽ ബ്രൂക്ക് 7H11 ആൻഡ് 7H10 ആണ്. ആൻഡ് ഇതൊക്കെ നമ്മൾ INH റെസിസ്റ്റന്റ് കേസിലാണ് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുക. ഇനി ലിക്വിഡ് മീഡിയ ഒരെണ്ണം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മിഡിൽ ബ്രൂക്ക് തന്നെ ഉണ്ട്. 7H9 മിഡിൽ ബ്രൂക്ക് മീഡിയ എന്ന് പറഞ്ഞ മീഡിയ ഉണ്ട്. ഡുബോസ് മീഡിയ ഉണ്ട്. ദെൻ പ്രോസ്ക്വയർ മീഡിയ എന്ന് പറയുന്ന മീഡിയ ഉണ്ട്. ദെൻ സുലാസ് ആൻഡ് സാൻഡസ് മീഡിയ എന്ന് പറയുന്ന മീഡിയ ഒക്കെ ഉണ്ട്. ഓക്കെ. ആൻഡ് ഇവിടെ ദി കോഡ് ഫാക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞു ട്രെഹലോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്ടർ ആണ്. സോ അത് ഒരു സെർപ്പന്റൈൻ എന്ന് വെച്ചാൽ പാമ്പൊക്കെ പോലെയാണ്. ഇങ്ങനെ കോഡുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇനി റാപ്പിഡായിട്ട് നമുക്കിത് വളരണമെങ്കിൽ നമുക്ക് ഓട്ടോമേറ്റഡ് കൾച്ചർ മീഡിയാസ് നമുക്ക് വേണം. പക്ഷെ ഇത് എക്സ്പെൻസീവ് ആണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ബാക്ടെക് ആണ്. BACTEC ബാക്ടെക് ഉണ്ട്. ദെൻ MGIT ഉണ്ട്. പിന്നെ MGIT ആൻഡ് അലേർട്ട്, MGIT അല്ലെങ്കിൽ ബാക്ടെക് അലേർട്ട്, BACT അലേർട്ട് എന്ന് പറയുന്ന മീഡിയൊക്കെ ഉണ്ട്. സോ ഇതെല്ലാം ഓക്സിജൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ഫ്ലൂറസെന്റ് കോമ്പൗണ്ട് ഉപയോഗിക്കുന്നതാണ്. ആൻഡ് ഓൾസോ വി ക്യാൻ നോ ദ റെസിസ്റ്റൻസ്. പിന്നെ നമുക്കുള്ളത് സെൽ മോളിക്കുലാർ മെത്തേഡ്സ് ആണ്. നമുക്കുണ്ട്. ഉദാഹരണത്തിന് PCR അതിൽ ഒരെണ്ണമുള്ളത് ലൈൻ പ്രോബ് assay എന്ന് പറയുന്നത് നമുക്ക് റെസിസ്റ്റന്റ് ഫസ്റ്റ് ലൈൻ സെക്കൻഡ് ലൈൻ ഡ്രഗുകളോടൊക്കെ റെസിസ്റ്റന്റ് ആണോ സെൻസിറ്റീവ് ആണോ എന്നൊക്കെ അറിയാനായിട്ട് ലൈൻ പ്രോബ് assay നമുക്ക് ഉപയോഗിക്കാം. പിന്നെയുള്ള ഫേമസ് ആയിട്ടുള്ളത് ജീൻ എക്സ്പേർട്ട് എന്ന് പറയുന്നതാണ്. ജീൻ എക്സ്പേർട്ട് ടെക്നിക്സ് അതിനെ നമ്മൾ വിളിക്കുക CBNAT എന്നാണ്. CBNAT ആണ്. സോ റെസിസ്റ്റന്റ് ടു റിഫാംപിസിൻ അറിയാം. ദെൻ എക്സ്ട്രാ പൾമോണറി TB അങ്ങനെയൊക്കെ ആണെങ്കിൽ കണ്ടുപിടിക്കാം. സോ ഇതിനൊരു 2 hours മാത്രം മതി എന്നുള്ളതാണ്. വേഗം നമുക്ക് ടെസ്റ്റ് കണ്ടുപിടിക്കാം. ദെൻ ഏർലി ഡിറ്റക്ഷൻ നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് ഇതെന്താണെന്ന് വെച്ചാൽ ഒരു റിയൽ ടൈം PCR ലൈക്ക് ടെസ്റ്റ് ആണ്. ഒരു കാട്രിഡ്ജ് ഇവിടെ വെച്ചിട്ടുണ്ടാകും. കാട്രിഡ്ജ് ബേസ്ഡ് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് ആണ് ദി ജീൻ എക്സ്പേർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് TrueNAT ആണ്. TrueNAT എന്ന് പറയുന്നത് ഇന്ത്യയെ കണ്ടുപിടിച്ചതാണ്. ചിപ്പ് ബേസ്ഡ് നാറ്റ് ആണ്. നമുക്ക് PHCയിൽ വരെ ചെയ്യാവുന്ന ഒരു ടെസ്റ്റ് ആണ് TrueNAT. ആൻഡ് ഇത് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൈക്രോബയോളജിയിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് പറയേണ്ടത് മൈക്രോബാക്ടീരിയൻ ട്യൂബർക്കുലോസിസ് എന്ന ഡിസീസിന്റെ പാത്തോജെനിസിസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.